സാറേ, ഇന്ത്യ മുന്നണിയിലെ പ്രമുഖനായ നേതാവാണ് ശരത് പവാർ. അദ്ദേഹം RSSനെ പുകഴ്ത്തി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇനി നാം അത് രണ്ട് രീതിയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ദേശീയ തലത്തിലുമുണ്ട്, കേരളത്തിലുമുണ്ട്. കാരണം പിണറായി സർക്കാരിലെ ഒരു മന്ത്രി NCP-കാരനാണ്. അതിന് പിണറായി ഇനി RSSലേക്ക് ഒരു സംഘടനയെ ലയിപ്പിക്കുമോ? NCP-യുമായി ലയിപ്പിച്ച് RSSന് കേരളത്തിൽ ഒരു മന്ത്രി ഉണ്ടാകുമോ? അവിടെ വരെ ഒരു തമാശയായിട്ട് കണക്കാക്കിയാൽ മതി ആ ചോദ്യം. പക്ഷേ എങ്കിലും നമ്മളിപ്പോൾ ശരത് പവാർ ഇത് പറഞ്ഞത് വലിയൊരു വാർത്ത തന്നെയാണ്. കാരണം രാഹുൽ ഗാന്ധിയുടെ അവിടുത്തെ പ്രചാരണം, മഹാവികാസ് അഘാഡിയുടെ പ്രചാരണത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ യോഗങ്ങളിലെല്ലാം അദ്ദേഹം പറഞ്ഞത് RSSനെതിരെ, RSS ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാൻ പോകുന്നു, ഭരണഘടന തിരുത്തി എഴുതാൻ പോകുന്നു, ഇനി ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല, ഫാഷിസ്റ്റ് സംഘടനയാണ് എന്നൊക്കെ പറഞ്ഞാണ് പ്രചാരണം മഹാരാഷ്ട്രയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും എല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. ആ പ്രചാരണമെല്ലാം പൊട്ടിപ്പാളീസായി. നാഗ്പൂരിലും നാസിക്കിലും RSSൻ്റെ പ്രവർത്തകർ യാതൊരു രാഷ്ട്രീയ മോഹവും ഇല്ലാതെ നടത്തിയ സത്യസന്ധമായ പ്രചാരണത്തിലൂടെ ഇതെല്ലാം പൊളിച്ചടുക്കാൻ BJPക്ക് ഇവിടെ. നാഗ്പൂരിലാണ് RSSൻ്റെ ജന്മം. മഹാരാഷ്ട്രയിൽ അത്ര വലിയ ശക്തിയൊന്നുമല്ല RSS. പക്ഷേ അവർ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ മനസ്സിലാക്കി. ഗ്രഹസമ്പർക്ക പരിപാടിയൊക്കെ ഈ 2 ജില്ലകളിലേ അവർ നടത്തിയിട്ടുള്ളൂ. പക്ഷേ അതുതന്നെ വലിയൊരു ഫലം ഉളവാക്കി. അപ്പോൾ എല്ലാ ജില്ലകളിലും നടത്തിയിരുന്നെങ്കിൽ പൊടി പോലും കാണുകയില്ലായിരുന്നു മഹാവികാസ് അഘാഡിയുടെ. ഇത് ആണ് പരാജയത്തിന് കാരണമെന്ന് NCP ഇപ്പോൾ 1.5 മാസത്തെ ഗവേഷണത്തിന് ശേഷം കണ്ടെത്തിയിരിക്കുക. അവരുടെ അവലോകന യോഗം ചേർന്നു. അതിലാണ് ഈ കാര്യങ്ങൾ NCPയുടെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം അതിലാണ് പറഞ്ഞിരിക്കുന്നത്. ശരത് പവാർ അവിടെ ചോദിച്ച RSSുമായിട്ട് സഖ്യം എന്നുള്ളതല്ല അദ്ദേഹം പറഞ്ഞത്. ഈ RSSനെ പോലെയൊരു സംഘടന നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആശിച്ചു പോവുകയാണ് ചെയ്തത്. അല്ല, അദ്ദേഹം ഇപ്പോൾ അവിടുത്തെ മഹായുദ്ധി സഖ്യവുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. കാരണം മഹായുദ്ധ അത് വളരെ തന്ത്രജ്ഞനായ പ്രായോഗിക രാഷ്ട്രീയക്കാരനാണ്. BJPയുമായിട്ട് അദ്ദേഹത്തിന് അലർജിയൊന്നുമില്ല. BJPക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ്സിലെ ഈ വിദേശ വനിത പ്രധാനമന്ത്രി ആവുന്നതിനെതിരെ രൂപവൽക്കരിക്കപ്പെട്ട പാർട്ടിയാണ് നാഷണൽ കോൺഗ്രസ് പാർട്ടി. നാഷണൽ അല്ലാതെ ഫോറിൻ കോൺഗ്രസ് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ആ പേര് തന്നെ ഇട്ടിരിക്കുന്നത്. ആ ശരത് പവാർ തന്നെയാണ് പ്രായോഗിക തന്ത്രജ്ഞനായി നിന്നുകൊണ്ട് ഒരു മിനിമം പരിപാടിയൊക്കെ സംഘടിപ്പിച്ച് കീരിയും പാമ്പും എല്ലാം അടങ്ങി മഹാവികാസ് അഘാഡിയെ ഒരു കുടക്കീഴിലാക്കിയത്. അതായത് ഹിന്ദുത്വ രാഷ്ട്രീയവും മണ്ണിൻ്റെ വാദവും കൊണ്ടു നടക്കുന്ന RSSനേക്കാൾ തീവ്ര ദേശീയവാദി കക്ഷിയായ ഹിന്ദു പക്ഷപാതി കക്ഷിയായിട്ടുള്ള ശിവസേനയെയും അതുപോലെ തന്നെ അവരാരാധിക്കുന്ന സവാർക്കറേയും ബാൽ താക്കറേയും എക്കാലത്തും എതിർത്ത് പോന്നിട്ടുള്ള കോൺഗ്രസിനെയും എല്ലാം ചേർത്തുകൊണ്ട് തൻ്റെ പാർട്ടിയെയും എല്ലാം ചേർത്തുകൊണ്ടൊരു താൻ ഏത് പാർട്ടിയിൽ നിന്ന് വളർന്നു പോന്നോ ആ പാർട്ടിയെയും എല്ലാം ചേർത്തുകൊണ്ടൊരു മുന്നണി ഉണ്ടാക്കി അവിടെ ഭരിക്കാൻ വേണ്ടിയിട്ട് അധികാരത്തിന് വേണ്ടി ഒരു മുന്നണി ഉണ്ടാക്കി. ആദർശത്തിൻ്റെ യാതൊരു പൊടി പോലും ആ ഒരു സഖ്യത്തിൽ ഉണ്ടായിരുന്നില്ലെന്നുള്ളതാണ് സത്യം. എന്നിട്ട് ശരത് പവാർ തന്നെ പറയുന്നത് എന്താണ് RSSനെ കുറിച്ച്? ആദർശത്തിന് വേണ്ടി സ്വന്തം ജീവിതം അർപ്പിച്ചവരാണ് RSSകാർ. ഇത് തന്നെയാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. ഇത് തന്നെയാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. ഒരു ശാഖ സന്ദർശിച്ച ശേഷമാണ് മഹാത്മാഗാന്ധി ഇങ്ങനെ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ ഇന്നത്തെ സോഷ്യൽ മീഡിയക്കാരൊക്കെ RSSൻ്റെ ശാഖകളെക്കുറിച്ച് എന്തെല്ലാമാണ് പറയുന്നത്. ഈ മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കൊരിക്കൽ പോലും ഇവർ ഓർക്കാറില്ല. ശരത് പവാർ ഇപ്പോൾ ശരിയാമണ്ണം ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അല്ലാതെ സത്യാനന്തരകാല രാഷ്ട്രീയം ഒന്നുമല്ല RSS പിന്തുടരുന്നത്. ഉള്ള സത്യങ്ങളാണ് അവർ പറയുന്നത്. അത് ചിലർക്ക് നെഞ്ചുപൊള്ളിക്കും, ചിലത് അപ്രിയ സത്യമായിരിക്കും. അത്രയേ ഉള്ളൂ. ആ കാര്യങ്ങൾ തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അതിൻ്റെ പേരിൽ RSSനോട് വിരോധം തോന്നേണ്ട കാര്യമില്ല എന്നുള്ളൊരു പ്രശംസയാണ്. നാഴികയ്ക്ക് 40 RSS എന്ന് കേട്ടാൽ കനിവ് കൊണ്ട് നിൽക്കുന്ന ചുവപ്പ് കണ്ട കാളയെപ്പോലെ പ്രതികരിക്കുന്ന മഹാവികാസ് അഘാഡിയിലെ ഒരു സഖ്യകക്ഷിയാണ് ഈ NCP ഇപ്പോഴും. അപ്പം ഇദ്ദേഹം തന്നെ രാഹുൽ ഗാന്ധി ഇതെങ്ങനെ സഹിക്കും? രാഹുൽ ഗാന്ധി എങ്ങനെ പ്രതികരിക്കും? മിണ്ടുമോ? രാഹുൽ ഗാന്ധിയുടെ അഡ്രസ്സെല്ലാം പോയി.
തൃണമൂൽ തള്ളി പറഞ്ഞു. ഇപ്പം AAP സഖ്യവും ഇല്ലല്ലോ. അവിടെ ഉത്തർപ്രദേശിൽ അവർ പാർട്ടിയുമായിട്ട് അവർക്ക് സമാജ്വാദി പാർട്ടിയുമായിട്ട് എന്തെങ്കിലും സഖ്യമുണ്ടോ? ഒന്നുമില്ല. അവരും തള്ളി പറഞ്ഞു. എങ്ങും സ്ഥാനമില്ലാതെ PV അൻവറിൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി. ആ സ്ഥാനത്താണ് അദ്ദേഹം. എന്താ കാര്യം? RSSനെയും അതുപോലെ തന്നെ സവാർക്കറെയും ഒക്കെ ആവശ്യമില്ലാതെ വിമർശിച്ചു താനൊരു ധീര വിപ്ലവകാരിയാണെന്നുള്ള പരിവേഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അത് CPMൻ്റെ കുറച്ച് കയ്യടി കിട്ടി. പക്ഷേ CPMന് രക്ഷപ്പെട്ടില്ല, കോൺഗ്രസിന് രക്ഷപ്പെട്ടില്ല അതിൽ നിന്നുള്ളതാണ്. കാരണം സത്യത്തെ മറന്നുള്ള ഒരു രാഷ്ട്രീയത്തെ ഇന്ത്യ ഒരിക്കലും അംഗീകരിക്കില്ല, ഇന്ത്യൻ ജനത അംഗീകരിക്കുകയില്ല. പിന്നെ അതിലൊക്കെ പറ്റിയ പരാജയം സനാതനധർമ്മം എന്നതിനെ എതിർത്ത് പറഞ്ഞു. ആ എതിർപ്പിനെ എതിർത്തൊരു വാക്കുപോലും അവർ ഉരിയാടിയില്ല. ഇതൊക്കെയാണ് അവർ ഹരിയാനയിലും അവർ മഹാരാഷ്ട്രയിലും ഒക്കെ പരിചയപ്പെടാൻ കാരണം. ആ അവസരം ശരിക്ക് മുതലാക്കി RSS അവിടെ ഈ സനാതനധർമ്മത്തിൻ്റെ എതിർത്ത് പറഞ്ഞപ്പോൾ BJPയെ ഇവിടെ ജയിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് അവർക്ക് തോന്നി. അല്ലെങ്കിൽ അവർ കോൺഗ്രസിനെ സഹായിച്ചേനി, കോൺഗ്രസ് ജയിക്കുകയും ചെയ്തേനി. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മണ്ടത്തരം കൊണ്ട്, രാഹുൽ ഗാന്ധിയുടെ മണ്ടത്തരം കൊണ്ട് സംഭവിച്ചതാണ് ഹരിയാനയിലെ പരാജയവും മഹാരാഷ്ട്രയിലെ പരാജയവും. അതിപ്പോൾ സഖ്യകക്ഷികൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഈ രാഹുൽ ഗാന്ധിയെ പ്രചാരണത്തിന് ഇറക്കിയാൽ പൊട്ടിപ്പാളീസാവും തങ്ങളും കൂടെ എന്നുള്ളൊരു ബോധ്യവും അവർക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡൽഹിയിൽ കോൺഗ്രസിനെ കൂടെ കൂട്ടാതെ ഇന്ത്യ സഖ്യം എന്നുള്ളത് മറന്നുകൊണ്ട് മുന്നോട്ട് AAP പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥിതിക്ക് ശരത് പവാർ കൂടി RSSനെ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ അത് രാഹുൽ ഗാന്ധി കേൾക്കുന്ന ഏറ്റവും വലിയൊരടിയാണ്. ഇനി ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ NCPയുടെ ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടി അടിപിടി കലഹങ്ങളെല്ലാം കഴിഞ്ഞതേ ഉള്ളൂ, അധികാരമോഹത്തിന് വേണ്ടി. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇപ്പം അങ്ങോട്ട് തീർന്നിട്ടേ ഉള്ളൂ, ഒരു തീരുമാനമായതേ ഉള്ളൂ. അപ്പോൾ എന്താ NCPയെ നയിക്കുന്നത്? കേരളത്തിലായാലും അവിടെ ആയാലും അധികാരമോഹമാണ്. RSSനെ കുറിച്ച് ശരത് പവാർ തന്നെ പറഞ്ഞ കാര്യം എന്താണ്? അധികാരമോഹമില്ലാതെ ആദർശത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ്. അതാണ് RSSൻ്റെ വിജയം. ഈ 100 വർഷങ്ങളായിട്ടും ഒരു പിളർപ്പ് പോലും ഉണ്ടാകാതെ, ഒരു അഭിപ്രായ വ്യത്യാസം പോലും ഉണ്ടാവാതെ അഖണ്ഡമായിട്ട് തുടരാൻ അവർക്ക് കഴിയുന്നത് അവരെ ബന്ധിപ്പിക്കുന്ന ഈ ആദർശം എന്നുള്ള ചരടാണ്. ഹൈന്ദവ സംസ്കാരം അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരം, സനാതനധർമ്മം എന്നുള്ള സംസ്കാരമാണ്. അവരെ സ്വന്തം കുടുംബത്തിന് വേണ്ടിയല്ല, സ്വന്തം അധികാരത്തിന് വേണ്ടിയല്ല, സ്വന്തം മക്കൾക്ക് വേണ്ടിയല്ല, സ്വന്തം നാടിന് വേണ്ടിയാണ് അവർ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, സംസാരിക്കുന്നത്. അവിടെയാണ് വ്യത്യാസം. അതുകൊണ്ടാണ് ഒരു പിളർപ്പ് പോലും നേരിടാതെ മുന്നോട്ട് പോകുന്നത്. ശരത് പവാറിൻ്റെ പാർട്ടി രണ്ടായിട്ട് പിളർന്ന് ഒരു വിഭാഗം മഹായുതി സഖ്യത്തിനോടൊപ്പവും മറ്റത് മഹാ അഘാടി സഖ്യത്തിനോടൊപ്പവും ഭാഗമായിട്ട് നിൽക്കുന്നതും. ആ മഹാ അഘാടി സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് തകർന്ന് തരിപ്പണമായി മരുഭൂമിയായി കഴിഞ്ഞു. ഇനി ഒരിക്കലും ഒരു മുള പോലും പൊട്ടാൻ പറ്റാത്ത വിധം മരുഭൂമിയായി NCP മാറിക്കഴിഞ്ഞു. ഇനി ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഷാഹു മഹാരാജ്, മഹാത്മാ ഫൂലെ, BR അംബേദ്കർ, യശ്വന്ത് റാവു ചൗഹാൻ ഇന്നലെ പൊട്ടിമുളച്ച വിത്തുകളല്ലല്ലോ അവർ. എത്രയോ നാളുണ്ടായിരുന്നു. എന്തുകൊണ്ട് അംഗീകരിച്ചില്ല? എന്തുകൊണ്ട് അവരെ നേരത്തെ അംഗീകരിച്ചില്ല അദ്ദേഹം? ഇപ്പോഴാണോ ഈ ചിന്തകൾ വന്നത്? രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ജയിപ്പിക്കാമെന്നാണോ വിചാരിച്ചത്? നമ്മുടെ പാരമ്പര്യം ഉയർത്തുന്ന നേതാക്കളാണ് ഇവരെല്ലാം. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ആ ഭാരതീയ പാരമ്പര്യത്തെ അംഗീകരിക്കാതെ ഈ നാട്ടിൽ ജയിച്ചു കളയാമെന്ന് ആരും കരുതേണ്ടതല്ല എന്നാണ് മഹാരാഷ്ട്രയും ഹരിയാനയും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.